മാന്യമായ വിലയിൽ കച്ചവടം ചെയ്യുന്ന ചെറുവണ്ടികളും വലിയ വാഹനങ്ങളും സ്റ്റോക്കുള്ള വലിയൊരു ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് പരിചയപ്പെടുന്നത്. ഏകദേശം 30 വണ്ടികളാണ് ഇവിടെ നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. 7 സീറ്റർ വാഹനങ്ങളുണ്ട്. അതായത് ഫോർച്യൂണർ, ഇന്നോവ ക്രിസ്റ്റ എന്നിങ്ങനെ കുറച്ച് പീസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും റയർ പീസൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മൂപ്പര് സെറ്റ് ചെയ്ത് തരും. ഏകദേശം ഇവിടെ കുറച്ചൊക്കെ റയർ പീസുകൾ ഉണ്ട് കേട്ടോ. ഈ വോക്സ് വാഗന്റെ പോളോ, ജി ടി അങ്ങനെ പൊതുവെ മാർക്കറ്റിൽ കിട്ടാൻ പ്രയാസമുള്ള ഒരു പീസാണ്. മോഡൽ കൂടിയതാണ്. അതുമല്ലാതെ ചെറിയ ബഡ്ജറ്റിൽ എവിടെയും കിട്ടാത്ത വിലയിൽ നിങ്ങൾക്ക് പോളോ കിട്ടും. അതുകൂടാതെ മാരുതിന്റെ സെലേരിയോ ചെറിയ ബഡ്ജറ്റിൽ, അതായത് ലോ പ്രൈസിൽ വണ്ടി ആരെങ്കിലും നല്ല വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സെലേരിയോ ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏകദേശം 10-25 വണ്ടികളുള്ള വലിയൊരു ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത്. അതായത് മാന്യമായ വിലയിൽ മാന്യമായ കച്ചവടം, നല്ല വണ്ടികൾ സെലക്ട് ചെയ്തിട്ട് ഉള്ളൊരു കച്ചവടമാണ് ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ് ജാഫർ ഭായ്. എന്താ പേര്? സഫീർ. സുഖല്ലേ? കച്ചവടമൊക്കെ. പിന്നെ നിങ്ങൾ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യണ്ടോ? എക്സ്ചേഞ്ച് ചെയ്യും അല്ലെ? ഏകദേശം 10-25 വണ്ടികൾ. പിന്നെ നിങ്ങൾ പുതിയ സ്റ്റോക്ക് കയറിയതാണ്. അവർക്ക് പുതിയ സ്റ്റോക്കാണ് കയറിയിട്ടുള്ളത്. നിങ്ങൾ ഏതെങ്കിലും റയർ പീസ് ഒക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മൂപ്പരെ നമ്പർ വീഡിയോ എടുത്തായുണ്ട്, അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഒപ്പിച്ചു തരും കേട്ടോ. പിന്നെ ഇവിടെ നമ്മളെ ചാനൽ കണ്ടിട്ട് പല ഭാഗത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ടാവും. അപ്പൊ ഓൽക്കൊക്കെ ഇത് എന്ത് വിശ്വാസത്തിലാണ് നിങ്ങളെ ഇവിടുന്ന് വണ്ടി? നമുക്ക് ഗ്യാരണ്ടിയോട് കൂടി വണ്ടി കൊടുക്കാം. ഗ്യാരണ്ടിയോട് നമുക്ക് ഇഞ്ചിന് ഗിയർ ബോക്സിനൊക്കെ വാറണ്ടി കൊടുക്കാം. എല്ലാത്തിനും കൊടുക്കാം. കറക്റ്റ് സർവീസിലെ വണ്ടി, ഫ്ലഡ്, മേജർ ആക്സിഡന്റ് ഒക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാല് മേജർ ആക്സിഡന്റ് ആയ വണ്ടികൾ ഇവർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഫ്ലഡ് എഫക്ട് ആയ വണ്ടികൾ. പിന്നെ ഇത് കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയായിരുന്നു? ലൊക്കേഷൻ നമ്മൾ നേരെ മഞ്ചേരി വൈക്ക് വരികയാണെങ്കിൽ 12 കിലോമീറ്റർ. മഞ്ചേരിന്ന് ഇവിടത്തേക്ക് 12 കിലോമീറ്റർ. പിന്നെ നേരെ പെരിന്തൽമണ്ണ വണ്ടൂരിനാണെങ്കിൽ പെരിന്തൽമണ്ണ വൈക്ക് കാളിയാവ വൈക്ക് വരുന്നെങ്കിൽ നേരെ വണ്ടൂരിന് ഒരു 8 കിലോമീറ്റർ. ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ഈ സ്ഥലത്ത് ചീനിപ്പടി, പത്തിരിയാൽ ചീനിപ്പടി. ഓക്കെ, ചീനിപ്പടി അല്ലെ? ബ്ലോക്കാർസ്. ഓക്കെ. അപ്പൊ മലപ്പുറം ഡിസ്ട്രിക്ട് ആണ്. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് നിസാന്റെ ടെറാനോ നമുക്ക് പരിചയപ്പെടാം. ഇത് മാനുവലാ വണ്ടി? മാനുവൽ വണ്ടി. ഓക്കെ. എങ്ങനെയാണ് കാര്യങ്ങൾ? മോഡൽ ഇത് 2019 രജിസ്റ്ററുള്ള വണ്ടിയാണ്. 19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 82,000 കിലോമീറ്റർ. ഏകദേശം 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് ജെന്യൂൻ സർവീസിലാണ്. ഓക്കെ, ജെന്യൂൻ കിലോമീറ്റർ ആണ്, സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഇതിനെന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു റീപ്ലേസ് ഇല്ല കേട്ടോ. ഒരു സാധനം മാറിയിട്ടില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടകൾ ടയർ ഉണ്ട്. ഒരു കാണാൻ തന്നെ ഒരു ലുക്ക് ഉണ്ടല്ലോ. ഓപ്ഷൻ വരുന്നത് 85 വണ്ടിയാണ്. നല്ല മൈലേജ് 22 കിലോമീറ്റർ മൈലേജ് കൂടുതൽ കിട്ടും 85 ആകുമ്പോൾ. പിന്നെ ആൾക്കാർ എൻക്വയറി ആക്കുന്ന ഒരു സാധനമാണ് 85 ഒക്കെ. കുറെ ആൾക്കാർ ചോദിച്ചെടുക്കുന്നത്. ഇത് എങ്ങനെയാണ് നിങ്ങൾ ആസ്ക്? ഇത് നമുക്ക് 7,5 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. ഓക്കെ. 19 മോഡൽ, 18 മോഡല്, 19 രജിസ്ട്രേഷൻ. 7,5 ചോദിക്കേണ്ട വില ആവശ്യക്കാർക്ക് വന്ന് ഇവിടെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം പൊടിച്ചു തരും. വെറും 12,000 കിലോമീറ്റർ ഓടിയ ഒരു മാരുതിന്റെ വാഗണറാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2021 ZXi ആണ് ഓപ്ഷൻ വരുന്നത്. ഏകദേശം ഓടിയത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് 12,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഷോറൂം പീസ് ഉണ്ട്. എത്ര CC വരുന്നുണ്ട്? CC 1.2 ആണ്. ഇത് നല്ല കൂടിയ CC ആണ്, 1.2. ഓക്കെ. വണ്ടി ഒന്നും നോക്കാനില്ല, ഷോറൂം കണ്ടീഷനുള്ള വണ്ടിയാണ്. വണ്ടിനെ പറ്റിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത്രയും പക്കാണ്. റൈറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് ബാർഗിങ് ആക്കിയാൽ മതി. ഇത് എങ്ങനെയാണ്? ഇത് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. 5.5 ചോദിക്കുന്നത്. 5.5 സ്വർഗം. 5.5 വെറും 12,000 വണ്ടി 5.5 സ്വർഗം തന്നെ. അത് ഓപ്ഷൻ പിന്നെ ZXi വണ്ടി. എന്താ ചെയ്യലല്ലേ കളറ്? ഈ കളറ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്, നേവി കളർ. സ്വിഫ്റ്റ് കാറിൽ ഒരു പ്രത്യേക ഒരു കാണാൻ ലുക്ക് ഉണ്ടല്ലേ. ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2018 മോഡൽ. 2018 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് VXi അല്ലെ? AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. വണ്ടി എത്ര ഓടിയിട്ടുണ്ടാവും? 48,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടില്ല. 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടിയാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 48,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ വാഹനമാണ്. ഇത് എന്തെങ്കിലും റീപ്ലേസ് ഒന്നുമില്ല. ഒരു സാധനം മാറിയിട്ടില്ല. നല്ല ക്വാളിറ്റി വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. അതെ, ക്വാളിറ്റി വണ്ടിയാ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന കറക്റ്റ് സർവീസ് ഒക്കെ ഉള്ള വണ്ടി. കറക്റ്റ് സർവീസിലാണ്. ഫുൾ സർവീസ് ഉള്ളത്, പകുതി സർവീസ് അല്ല. റീപ്ലേസും കാര്യമൊന്നും ഇല്ലാത്ത കറക്റ്റ് സർവീസിലാണ്. അതെ. എത്രക്ക് കൊടുക്കാം? ഇത് നമുക്ക് ഒരു 5.35 കൊടുക്കാം. 5.35 കൊടുക്കാം.
2018 VXI വണ്ടിയാണ് 535 ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ അല്ലേ? എന്തെങ്കിലും ചെറുതായിട്ട് വില പൊട്ടിച്ചേരും. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 50 ഉണ്ടെങ്കിൽ 50 ലോൺ ചെയ്ത് അപ്പൊ ബാണാങ് വിളിച്ചോ. ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഈ ലേഡീസ് പർപ്പസിനൊക്കെ പറ്റിയ ഒരു വണ്ടിയാണ്. പിന്നെ അതുമല്ലാതെ ഈ മാരുതിന്റെ സെലേറിയോ വണ്ടിയാണ്. സെലേറിയോ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് അല്ലെ? അതെ. എല്ലാ ആൾക്കാരും സെലേറിയോ ഓട്ടോമാറ്റിക്കലി. അതെ. ഇത് എങ്ങനെയാ മോഡൽ തന്നെ? ഇത് 2015 മോഡൽ. 2015 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് VXI അല്ലേ? VXI. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ എല്ലാം ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട്? ഓട്ടം 78,000 കിലോമീറ്റർ ഓടി. 78 ഓടിയിട്ടുണ്ട്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഒരു 365 കൊടുക്കാം. 365 നിങ്ങൾ ചോദിക്കുന്ന വിലയാണ്. വില കുറച്ച് തരും കേട്ടോ. അപ്പൊ ബാണെങ്കിൽ വിളിച്ചോ. ഇടിവെട്ടി ഇന്നോവ കാറാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ബോസ്, ഇത് എങ്ങനെയാണ് മോഡൽ? ഇത് 2014 Z. 2014 Z ആണ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1.25 ലക്ഷം കിലോമീറ്റർ ഓടി. 1.25 ഓടിയിട്ടുണ്ട്. ഇവർക്ക് സർവീസ് സർവീസും കാര്യങ്ങളൊക്കെ അല്ല, കമ്പനി സർവീസിലുണ്ട്. കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഇത് നമ്പർ കേരളത്തിലേക്ക് മാറിയ വണ്ടിയാണ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു റീപ്ലേസ് ഒരു മെയിൻ ക്ലാസ് പോലും ഇതിന് റീപ്ലേസ് ഇല്ല അല്ലെ? പക്ക ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. എവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്തെടുത്താൽ മതി. അത്രയ്ക്ക് പക്ക വണ്ടി എന്നാണ് മൂപ്പര് പറയുന്നത്. ഇത് Z ആണ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. എത്ര കൊടുക്കാത്? ഇത് നമുക്ക് 9.25 ലക്ഷം രൂപ കൊടുക്കും. 9.25 കൊടുക്കല. 2014 മോഡലാണ്. ഓക്കെ. 2014 Z ആണ് വരുന്നത്. അപ്പോ ഈ G4ഉം Vയും Z ഒക്കെ ആയിട്ട് കമ്പനി വില വ്യത്യാസത്തിലാണ് വരുന്നത്. ആ ഒരു വ്യത്യാസം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. 9.25 ചോദിക്കുന്നത് വില പിന്നെയും പൊട്ടിച്ചേരും. നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അല്ല ബാണെങ്കിൽ വിളിച്ചോളി. അടിപൊളി ഫോർഡിന്റെ എക്കോ സ്പോർട്ട് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഡീസൽ വണ്ടിയാണ്. ബ്ലാക്ക് കളറിലാണ് വണ്ടി വരുന്നത്. ഒരു റയർ പീസാണ് കേട്ടോ. ബ്ലാക്ക് കളർ വണ്ടി മാർക്കറ്റിൽ അവിടെ കുറച്ച് കിട്ടാൻ പ്രയാസമുള്ള ഒരു പീസാണ്. ഇത് എങ്ങനെയാണ് മോഡൽ തന്നെ? ഇത് 2018 മോഡൽ. 18 മോഡൽ ഒറിജിനൽ കേരള വണ്ടി. ടൈറ്റാനിയം ആണ് ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ ആണെങ്കിൽ 90,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളത് 1 ലക്ഷത്തിന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളത്. സർവീസ് കമ്പനി സർവീസ് ഫുൾ ഉണ്ടാവും. അല്ല, ഫുൾ സർവീസിൽ വണ്ടിയാണ് അല്ലേ? ഓക്കെ. എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു റീപ്ലേസ് ഇല്ല. നല്ല ക്വാളിറ്റി വണ്ടി. എന്തെങ്കിലും എക്സ്ട്രാ ബിറ്റ് എന്തൊക്കെ കയറിക്കണേ? എക്സ്ട്രാ ടൈറ്റാനിയം കമ്പനി തന്നെ ഓപ്ഷന് മറ്റേ അലോയ്സ് ഒക്കെ ഇതിൽ വരുന്നതാണ്. പിന്നെ ഈ കാരിയർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കയറ്റിയതാണ്. ഇത് എത്ര ആസ്ക്? നമുക്ക് 7.25 ലക്ഷം രൂപ കൊടുക്കും. 7.25 ചോദിക്കുന്നത്. 2018 മോഡൽ ഡീസൽ വണ്ടിയാണ്. 7.25 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കൂലേ? വില നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം പറ്റും. കസ്റ്റമർ വരട്ടെ. നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്തിട്ട് പറ്റുന്നുണ്ടെങ്കിൽ വില പിന്നെയും പൊട്ടിച്ചു തരും. മാക്സിമം എത്ര പൈസ ഉണ്ട് ഇറക്കാം? മാക്സിമം നമുക്കൊരു 1.5 ലക്ഷം രൂപ 1 ലക്ഷം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. മതിയാവും. ഓക്കെ. അപ്പൊ ബാണെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒക്കെ വേണമെങ്കിൽ 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ബാണെങ്കിൽ വിളിച്ചോളി. പെട്ടെന്ന് സെലേറിയോ മാനുവൽ വണ്ടി അല്ലേ? ഇവിടെ ഓട്ടോമാറ്റിക് അന്വേഷിക്കുന്നവർക്ക് വേറെ വണ്ടി ഉണ്ട്. ഇത് എത്രയാണ് മോഡൽ തന്നെ? ഇത് 2014 VXI. 14 VXI ആണ്. എത്ര ഓടിയിട്ടുണ്ടാവും? ഓടി 1.10 ഓടി അല്ല? നല്ല വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. ഒരു സാധനം മാറിയിട്ടില്ല കേട്ടോ. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. അതുകൊണ്ട് ചെറിയ ബഡ്ജറ്റ് വണ്ടി നിങ്ങൾക്ക് തരും. പെട്രോൾ ഫുള്ള് പ്രൊട്ടക്ട് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറക്റ്റുള്ള ടയർ ഉണ്ട്. എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആണ് കേട്ടോ. ഒന്നും ചെയ്യാനൊന്നുമില്ല. എണ്ണടിച്ചാൽ ഓടാം. ഇത് എത്ര ഗ്ലാസ്? ഇത് 2.90 കൊടുക്കാം. 2.90 ചോദിക്കുന്നുണ്ട്. വില ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. പിന്നെ എത്ര പൈസ? നമുക്കൊരു 50,000 രൂപ ഉണ്ടെങ്കിൽ ലോൺ ചെയ്താണ് നമുക്ക് തന്നെ. 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ലോൺ ഇറക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഇവിടെ ഒരു ക്രിസ്റ്റ നമുക്ക് പരിചയപ്പെടാം. ഇത് റിയോ വണ്ടിയാ അല്ല കേരള? റിയാണ്. നമ്പർ ഓൾറെഡി അയക്കണം. നമ്പർ ആക്കി കൊടുക്കൂലേ? ഓക്കെ. ഇത് മോഡൽ എങ്ങനെയാ? മോഡല് 2018 G4 മാനുവൽ. ഓക്കെ. 1,29,000 കിലോമീറ്റർ. 2018 മാനുവൽ. എത്ര ഓടിയിട്ടുണ്ട്? 1,29,000 കിലോമീറ്റർ. ഓക്കെ. കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ. എന്തെങ്കിലും മെയിൻ ക്ലാസ് ഒന്നുമില്ല. ഒരു സാധനം മാറിയിട്ടില്ല. നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? ക്വാളിറ്റി വണ്ടി. ഓക്കെ. ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 14.90 നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. പ്രൈവറ്റ് വാഹനമാണ്. പ്രൈവറ്റിൽ വന്ന വാഹനമാണ്. ഒറിജിനൽ കേരള വണ്ടി മാറിയാണ് ഈ വണ്ടി തന്നെ. ഇത് നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടി. ഒരു 50,000 ഓടിയ വണ്ടിന്റെ അത്രയും ക്വാളിറ്റിയിലെ വണ്ടിയാണ് തന്നെ. അതായത് ഇവര് അവിടുന്ന് അതർ സൈഡിന് നല്ലത് നോക്കിയിട്ട് എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് നല്ലത് നോക്കിയിട്ടാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. പോളോ ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. GT ആണ്. ഇത് മോഡൽ 2018 മോഡലാണ് അല്ലെ? മോഡൽ കൂടിയ വണ്ടിയാണ്. ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 90 ഓടിയിട്ടുണ്ട്. പിന്നെ ഹൈ ക്വാളിറ്റി വാഹനം.
ഹൈ ക്വാളിറ്റി, റീപ്ലേസ് ഫ്ലഡ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. പരിക്കില്ലാത്ത ഒരു വണ്ടി, ഒരു വാഹനമാണ് കേട്ടോ. റീപ്ലേസ് ഇല്ല. അതുപോലെ തന്നെ മെക്കാനിക് ഫിറ്റ് ആണ്. പിന്നെ ഒന്നും ചെയ്യാനൊന്നും ഇല്ല. എണ്ണടിച്ചോടെ ഉള്ളും പുറത്തൊക്കെ നോക്കണം. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കട്ടുള്ള ടയർ ഉണ്ട്. എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് നിങ്ങൾ ആസ്ക് ചെയ്യുന്ന ഇത് നമുക്ക് മാക്സിമം ലോ പ്രൈസിൽ നമുക്ക് കൊടുക്കും. അർജന്റ് സെയിലാണ്. അതായത് പെട്ടെന്ന് അർജന്റ് സെയിലാണ്. ഇത് നമുക്ക് പെട്ടെന്ന് കോൾ ചെയ്യാൻ പറഞ്ഞാൽ. ഓക്കെ. അതായത് ഞാൻ പറഞ്ഞു കൊടുക്കാം. ഈ വണ്ടിന്റെ പ്രൈസ് ഇപ്പോ ഷോ ചെയ്യുന്നില്ല. ഇത് ഇവരെ നമ്പർ വീടിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ നിങ്ങളോട് പ്രൈസ് പറഞ്ഞു തരും. മാക്സിമം എവിടുന്ന് കിട്ടുന്നേക്കാളും വില കുറച്ചിട്ട് ഈ വണ്ടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. വേറെ അപാധകളില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട്. ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അത്രയും പക്ക വണ്ടിയാണ്. ഒരു സാധനം മാറാത്ത നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഇന്നോവ കാറാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇത് മോഡൽ എങ്ങനെയാണ് വരുന്നത്? ഇത് 2013 മോഡൽ. 13 മോഡലാണ്. ഓൾറെഡി ഇപ്പൊ നമ്പർ ആയിട്ടില്ല അല്ലെ? നമ്പർ നമ്മൾ ചെയ്ത് ആക്കിയിട്ട് കൊടുക്കും. ഓക്കെ. HR റേസിലാണ് നിൽക്കുന്നത്. ഓപ്ഷൻ വരുന്നത് വി ആണ്. ഓക്കെ. വി ആണ് ഓപ്ഷൻ വരുന്നത്. 2013 വി. എന്ത് പാട് വണ്ടി? റീപ്ലേസ് നല്ല വണ്ടി, കുഴപ്പമൊന്നുമില്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഇല്ല. മെയിൻ ഗ്ലാസ് മാത്രം. വേറെ റീപ്ലേസ് ഒന്നുമില്ല. എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ. ബോണറ്റ് അതുപോലെ തന്നെ ഡിക്കി ഡോർ ഇതൊന്നും റീപ്ലേസ് ഇല്ല കേട്ടോ. എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ക്ലിയർ ആണ്. മെക്കാനിക് ഫിറ്റ് ആണല്ലോ. മെക്കാനിക് ഫിറ്റ് ആണ്. ഹിസ്റ്ററിയിലെ വണ്ടിയാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. കിലോമീറ്റർ ഹിസ്റ്ററി ഉണ്ട്. ഓടിയത് ഓട്ടം 1,60,000 കിലോമീറ്റർ. 160. പിന്നെ ജെന്യൂൻ കിലോമീറ്റർ ഹിസ്റ്ററിയിലുണ്ട്. ഓക്കെ. എത്ര കൊടുക്കുക? ഇത് നമ്പർ ആക്കിയിട്ട് അല്ലെങ്കിൽ ഇത് നമ്പർ ആക്കിയിട്ട് നമ്മൾ 840 നമ്മൾ കൊടുക്കും. 840 നമ്പർ ആക്കിയിട്ട് കൊടുക്കും. വി ഓപ്ഷൻ വണ്ടിയാണ്. 2013 മോഡൽ. മാക്സിമം വില പൊടിച്ചു കൊടുക്കൂലേ? എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇനി ചെയ്ത് കൊടുക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടെ. നിസാൻ ടെറാന നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇത് എങ്ങനെയാണ്? ഇത് 2015 മോഡൽ. ഫ്രാഞ്ച് മോഡലാണ്. ഇത് 85 RX 85 ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഡയമണ്ട് കട്ട് അലൈവില്. അതെ. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 1,26,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. തട്ടുമുട്ട് വരക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 495 കൊടുക്കാം. ലാസ്റ്റ് പ്രൈസിൽ 495 കൊടുക്കല. ഒരു 10-50 ലോൺ തീർക്കാൻ പറ്റുമല്ലോ. അടിപൊളി ബൊലേരോ അല്ല. ഇത് എങ്ങനെയാണ്? ഇത് 2016 റേസ്. 2016 റൈസിനുള്ള വണ്ടിയാണ്. ഓട്ടം കാര്യങ്ങൾ 74 കിലോമീറ്റർ ഓടിക്കും. അത്ര ഓടിക്കുള്ളൂ. തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനം. പിന്നെ അത്യാവശ്യം ഫിറ്റിംഗ്സും അത്യാവശ്യം നല്ല മോഡിഫൈഡ് ഒക്കെ ചെയ്ത് ഫിറ്റിംഗ്സ് ഒക്കെ കയറി. വേറെ മെക്കാനിക് പരമായിട്ട് നല്ല M2 എഞ്ചിനാണ് ഇത് വരുന്നത്. 5 മോഡൽ M2 പവർ പ്ലസിന്റെ നേരെ താഴെ വരുന്ന വാഹനം. M2 വണ്ടി ക്വാളിറ്റി, രണ്ട് ക്വാളിറ്റി വാഹനം. എത്ര കൊടുക്കുക? ഇത് നമുക്ക് 5.25 ലക്ഷം രൂപ. അതെ 5.25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കും. 5.25 കൊടുക്കാം. ഇല്ല, നെഗോഷ്യബിൾ അല്ലേ? മാക്സിമം ചെയ്ത് കൊടുക്കും. എത്ര പൈസ ഉണ്ട് ഇറക്കാൻ പറ്റും? നമുക്കൊരു മാക്സിമം ഒരു 75 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. 75 രൂപ മതിയാവും. ബാക്കി ലോൺ ഇറക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന വിലയല്ല, വില കുറച്ച് കൊടുക്കും. ആവശ്യക്കാരുണ്ടെങ്കിൽ പണം പിടിച്ചോ. ഇതിന്റെ ഫോർച്യൂണർ, ഇത് മോഡൽ എത്ര? ഇത് 2015 മോഡൽ. 15 മോഡൽ. ടൂ വീൽ ഓട്ടോമാറ്റിക്. ഓക്കെ. വണ്ടി നമ്പർ ആയിക്കണല്ലോ ഓൾറെഡി. നമ്പർ ആയി വണ്ടിയാണ്. മാറിയിട്ടുണ്ട്. വണ്ടി എനിക്ക് റീപ്ലേസ് പോയിട്ട് ഈ ബമ്പർമല്ലാതെ ബാക്ക് ഭാഗത്ത് പെയിന്റ് കയറി ടച്ചപ്പ് ഒന്നുമില്ല. അത്രയും പക്ക വണ്ടിയാണ്. പക്ക വണ്ടികൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ. ഈ വണ്ടീനെ പറ്റി മൂപ്പര് പറയുന്നത് എന്താ വെച്ചാല് നല്ല ക്വാളിറ്റി വണ്ടിയാണ്. എവിടെയും കൊണ്ടുപോയിട്ട് എടുക്കുന്ന ആൾക്ക് എവിടെയും കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എടുത്താൽ മതി എന്നാണ് പറയുന്നത്. അതായത് എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഫുൾ ക്ലീൻ ആണ് കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു സാധനം മാറിയിട്ടില്ല. മെയിൻ ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ലല്ലോ. അത്രയും ക്വാളിറ്റി വണ്ടിയാണ്. ഇതിന് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഞാൻ ചോദിക്കുന്ന വില 14.25. 14.25 ചോദിക്കുന്നത്. വില താത്തി കൊടുക്കൂല? മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം വില പൊട്ടിച്ചേരും. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കി. 1.5 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ. പിന്നെ പറയാൻ പറ്റുന്നത് വെച്ചാല് ഈ അതായത് മാക്സിമം ഒരു 1-1.5 ലക്ഷം റുപ്യൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ എടുക്കാം. നല്ല ITR ഒക്കെ ഫയൽ ചെയ്യുന്ന ആൾക്കെ കിട്ടുള്ളൂ കേട്ടോ. 1.5 ലക്ഷം വേണ്ടല്ലോ. 1 ലക്ഷം റുപ്യൊക്കെ ഉണ്ടെങ്കിൽ 1.5 റേഞ്ചില് നമുക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കിയൊക്കെ ലോൺ തരും. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ഇവിടെ ഒരു സ്വിഫ്റ്റ് കാറാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇതൊരു റയർ കളറാണ് കേട്ടോ വരുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരു ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ടാവും. ഇത് ഒരു മുന്തിരി കളറുള്ള ഒരു വണ്ടിയാണ്. ഇതെങ്ങനെയാണ് മോഡൽ വരുന്നത്? 2014 മോഡല്. ഡീസൽ വണ്ടി. 15 രജിസ്ട്രേഷൻ തന്നെ. VDI ഡീസൽ ആണല്ലോ. ഡീസൽ. ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് ഏകദേശം 1.13 ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവോ? സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഉണ്ടല്ലേ. ഓക്കെ. വേറെ എന്തെങ്കിലും റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. വണ്ടി ക്വാളിറ്റി ആണ്. വിശ്വസിച്ച് കൊടുക്കാൻ പറ്റൂല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. എത്ര കൊടുക്കാം?
ഇത് നമ്മള് 4,4 ചോദിക്കുന്നുണ്ട്. 4,4 ചോദിക്കുന്നുണ്ട്. മാക്സിമം കുറച്ചിട്ട് നെഗോഷ്യബിൾ ആണ്. മാക്സിമം കുറച്ചിട്ട് നമ്മൾ കൊടുക്കും. മാക്സിമം എത്ര പൈസ ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 50-75. അപ്പൊ ബാണാങ് വിളിച്ചോ. ഏകദേശം 10-25 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഹോണ്ടന്റെ അമേസ് ആണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. ഇത് ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂടാ. ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2015 മോഡൽ. ഓക്കെ. എത്ര ഓടിക്കുന്ന വണ്ടി? ഓട്ടം 1,04,000 കിലോമീറ്റർ. ഏതോ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷന് ഇതിന് മിഡിൽ ഓപ്ഷൻ മിഡിലാണല്ലേ. AC പവർ സ്റ്റിയറിംഗ്, പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ ഒക്കെ വരുന്നതല്ലേ. പിന്നെ അലവിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടിയല്ല. ക്വാളിറ്റി വണ്ടി. ഓക്കെ. എത്ര ആസ്ക്? നമ്മളിത് 4,40 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെറുതാക്കി കുറച്ച് നമ്മൾ കൊടുക്കും. ഓക്കെ. വണ്ടി ക്വാളിറ്റി ആണ് കേട്ടോ. 2015 മോഡലാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ.